നമസ്കാരം. ഇന്നലെ യുഎസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് പോസിറ്റീവാണ്. ഡൗ ജോൺസ് 0.25%, നാസ്ഡാക്ക് 0.45%, S&P 500 0.21% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് ക്ലോസ് ചെയ്തത് സർവകാല റെക്കോർഡ് ലെവലിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. യുഎസിൽ ഒരു പുതിയൊരു നീക്കം നടക്കുന്നത്, അതായത് ഫോറിൻ വർക്കേഴ്സ് അല്ലെ പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന കമ്പനികൾക്ക് ഏതാണ്ട് 25% താരിഫ് ചുമത്താനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. ഇത് നിയമമാകാനുള്ളതിന്റെ ഫസ്റ്റ് ലെവൽ അവർ സെനറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നലെ പ്രധാനമായിട്ട് ഐ ടി കമ്പനികളെ ഇന്നലെ സെല്ലിങ്ങിന് ഇടയാക്കിയത്. ഇന്നലെ പ്രധാനപ്പെട്ട 3 IT കമ്പനികളും ഇന്നലെ മൈനസിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു 100ഓളം, അതായത് 24,880 അടുത്ത് വരെ പോയ മാർക്കറ്റ് 24,777 ലെവലിലാണ് ക്ലോസ് ചെയ്തത്. ഏതാണ്ട് 32 പോയിന്റ് ആണ് നിഫ്റ്റി ഗെയിൻ ചെയ്തത്. അതുപോലെ സെൻസെക്സിന് 76 പോയിന്റ് ആണ് ഗെയിൻ ചെയ്തത്. ഹയർ ലെവലുകളിൽ നിഫ്റ്റിക്ക് അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ഷാർപ്പായിട്ടാണ് സെല്ലിംഗ് വരുന്നത്. ഓപ്ഷൻ പൊസിഷൻ ഒക്കെ എടുക്കുന്നവർ കൃത്യമായി സ്റ്റോപ്പ് ലോസ് ഇട്ടതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ അമേരിക്കയിലെ മൂഡീസിന്റെ സിഇഒ മാർക്ക് സാൻഡി അമേരിക്കയിൽ പണപ്പെരുപ്പം കൂടുന്നു, തൊഴിലില്ലായ്മ കൂടുന്നു, വരും മാസങ്ങളിലൊക്കെ താരിഫ് റിലേറ്റഡ് ഇഷ്യൂ കൊണ്ട് അവിടുത്തെ കൺസ്യൂമർ ഡ്യൂറബിൾസ്, അതായത് നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കൂടുന്നു, ഇത് വീണ്ടും ഇൻഫ്ലേഷന് ഇടയാക്കും, അമേരിക്കൻ എക്കോണമിക്ക് തന്നെ ഒരു റിസഷനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ GDP പ്രതീക്ഷിച്ച രീതിയിൽ വളരുന്നില്ല, ഉൽപാദനം മന്ദഗതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ സേവന മേഖലയിൽ ഇത് ഉദ്ദേശമുള്ള ഒരു പ്രകടനം നടത്താൻ കഴിയുന്നില്ല എന്ന തരത്തിൽ വിശദമായി ഡേറ്റ അനലൈസ് ചെയ്തതിന്റെ ബേസിൽ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച ഒരു വാണിയാണ്. ട്രംപിന്റെ താരിഫ് അമേരിക്കൻ എക്കോണമിയെ മോശമായി ബാധിക്കും എന്നുള്ള തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ JP മോർഗൻ ഫെഡ് വരുന്ന മാസങ്ങളിൽ 0.25 ബേസിസ് പോയിന്റ് റേറ്റ് കട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും അവർ ഇൻഫ്ലേഷൻ കൂടുന്ന അവസരത്തിൽ ഇതുപോലെ റേറ്റ് കട്ട് ചെയ്യുന്നത് വീണ്ടും ഇൻഫ്ലേഷൻ കൂടാനേ ഇടയാക്കൂ എന്നുള്ള ഒരു ആശങ്ക അവർ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഖത്തറുമായിട്ടൊരു ട്രേഡ് ഡീല് ഇതിന് ഉടനെ സാധ്യതയുണ്ട്. അതുപോലെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ട്രേഡ് ഡീലിന്റെ ചർച്ചകൾ നടക്കുന്നു. അതുപോലെ ഹയർ എൻഡ് കാറുകൾക്ക് ഒരുപക്ഷെ ഇന്ത്യ കൺസെഷൻ കൊടുത്തേക്കാം എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയിലെ അപ്പാരൽസിന്റെ സ്റ്റേബിളിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്ന ഇക്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദാനി ഏതാണ്ട് $60 ബില്യൺ പവർ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. മറ്റൊരു ന്യൂസ്, ഭാരത് ഫോർജ് ഒരു ഡിഫൻസ് കോംപ്ലക്സ് ഉദ്ദേശിക്കുന്നുണ്ട്, അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടുതൽ ഡിഫൻസ് പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണിത്. ഇൻഫോസിസ് ബൈബാക്കിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 11-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ന്യൂസുകൾ. ഇനി FISന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രോ ട്രേഡേഴ്സും ഇപ്പോഴും ബെയറിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓപ്ഷൻ പൊസിഷനിൽ വളരെ ചെറിയ തോതിൽ മാത്രമാണ് അവർ അവരുടെ നെഗറ്റീവ് സ്റ്റാൻസ് കുറച്ചിട്ടുള്ളത്, സെല്ലിംഗ് പൊസിഷൻ കുറച്ചിട്ടുള്ളത്. എന്നാൽ റീറ്റെയിൽ ട്രേഡേഴ്സ് 72% ഫ്യൂച്ചറിൽ ഇപ്പോഴും ലോങ് ആണ്. FIS 92% ഫ്യൂച്ചറിൽ ഷോർട്ട് ആണ് നിൽക്കുന്നത്. ഇന്ന് വീക്കിലി എക്സ്പയറി ആണ്. അപ്പൊ അതിനനുസരിച്ച് ഒരു വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യത